വയനാട്ടിൽ നിന്നും നമ്മൾ പാർലമെന്റിലേക്ക് എത്തിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയെ. പാർലമെന്റിൽ എത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പെർഫോമൻസ് അതാണ് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. പി ആർ സുനിൽ ദില്ലിയിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, മഹാരാഷ്ട്രയും ജാർഖണ്ഡും വിധി എഴുതുമ്പോൾ 1-1 എന്നാണ് ടാലി. അതിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഗംഭീര വിജയം അവർക്കൊരു ഊർജ്ജമായി മാറുകയാണ്. പാർലമെന്റിലേക്ക് പ്രിയങ്ക വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? സുജിയ, പ്രിയങ്ക ഗാന്ധി എല്ലാ കാലത്തും കോൺഗ്രസിലെ ഒരു വജ്രായുധം തന്നെയായിരുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നായിരുന്നു കുറേ കാലം കോൺഗ്രസ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോഴും പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യമായിരുന്നു. അപ്പോൾ സമയമായിട്ടില്ല എന്ന ഒരു മറുപടിയായിരിക്കും പലപ്പോഴും കോൺഗ്രസ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ വിജയിച്ച സാഹചര്യത്തിൽ ഒഴിവ് വന്ന വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക മത്സരിച്ച് വലിയ വിജയം, ചരിത്ര വിജയം പ്രിയങ്ക നേടിയിരിക്കുന്നു. ഇനി പ്രിയങ്ക പാർലമെന്റിലെത്തി എങ്ങനെ മുന്നോട്ട് പോകും എന്നത് തീർച്ചയായും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെയല്ല പ്രിയങ്ക എന്നത് എല്ലാവർക്കും അറിയാം. അവരുടെ രാഷ്ട്രീയ ശൈലി വളരെ വ്യത്യസ്തമാണ്. കൂടുതൽ കാർക്കശ്യത്തോടെ വിഷയങ്ങളിൽ ഇടപെടുന്ന പ്രിയങ്ക ഗാന്ധിയെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രിയങ്ക നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മുൻനിരയിലേക്ക് പ്രിയങ്ക വന്നിട്ടില്ല. 2019 മുതലാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയത്. അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒരു നിഴലായി നിൽക്കുക, രാഹുൽ ഗാന്ധിയെ സഹായിക്കുക, രാഹുൽ ഗാന്ധിയെ ഒരു നേതാവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പശ്ചാത്തല സംവിധാനങ്ങളും ഒരുക്കുക, സോണിയാഗാന്ധിയുടെ വിജയത്തിനായി റായ്ബറേലിയിൽ പ്രവർത്തിക്കുക, ഇതൊക്കെയായിരുന്നു പ്രിയങ്ക ഏറ്റെടുത്ത ദൗത്യം. അതേസമയം ഇപ്പോൾ പ്രിയങ്ക സ്വയം ഒരു ജനപ്രതിനിധിയായി വരികയാണ്, പാർലമെന്റിൽ വരികയാണ്. അപ്പോൾ പ്രിയങ്കയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും, വിഷയങ്ങളിൽ പ്രിയങ്ക ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയങ്ക തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി നിന്ന സമയത്ത് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ വളരെ ശക്തമായി അതിനെതിരെ പ്രതികരിച്ച പ്രിയങ്കയുടെ വാക്കുകൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായതാണ്. അതുകൊണ്ട് പല വിഷയങ്ങളിലും പ്രിയങ്ക ഇടപെടുന്നത് രാഹുലിനേക്കാൾ കൂടുതൽ കാർക്കശ്യത്തോടെയാണ്. ഹാത്രസിലെ ബലാത്സംഗ കൊലപാതക വിഷയത്തിലൊക്കെ തന്നെ പ്രിയങ്ക നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. അന്ന് പോലീസ് അങ്ങോട്ട് പോകുന്നതിനിടയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനം തടഞ്ഞപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകും എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് പോയതും അത് പോലീസ് തടഞ്ഞതും വലിയ പ്രതിഷേധ കാഴ്ചകളുമൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്താണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് വരുമ്പോൾ, ലോക്സഭയിലേക്ക് വരുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിന് ആവേശമാകും, വലിയ ആത്മവിശ്വാസമാകും, വലിയ തിരിച്ചടികൾക്കിടയിലും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും വയനാട്ടിലെ ഒരു MP എന്നതിനപ്പുറത്ത് തീർച്ചയായും ദേശീയ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രിയങ്ക ഇടപെടാൻ സാധ്യതയുണ്ട്, ശക്തമായി പാർലമെന്റിനകത്ത് സംസാരിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും വലിയ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ മുൻനിരയിൽ ഇറങ്ങി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ ദേശീയ തലത്തിൽ രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ മുഖം കൂടി ദേശീയ തലത്തിൽ പാർലമെന്റിൽ ഒക്കെ തന്നെ ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവരിൽ ആരായിരിക്കും ഇനി ഭാവിയിൽ കോൺഗ്രസിനെ നയിക്കുക എന്നൊക്കെ തന്നെ ഇനി കാത്തിരുന്ന് കാണണം. പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെയാണ് എന്നൊക്കെ, ഒരു സെക്കൻഡ് ഇന്ദിര എന്നൊക്കെ തന്നെ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ബൈ ഇലക്ഷനിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് വരുന്നത്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോറ്റ ശേഷം പിന്നീട് കർണാടകത്തിലെ ചിക്കമംഗളൂരുവിലെത്തി ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് പിന്നീട് 1980 ഇന്ദിരാഗാന്ധിയുടെ വലിയ മുന്നേറ്റം രാജ്യം കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ ഇപ്പോഴുള്ളത്. കോൺഗ്രസ് കരകയറാനായി വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാർലമെന്റിലേക്ക് കൂടി വരുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ നീക്കം, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഈ പാർലമെന്റിലേക്കുള്ള ഒരു പ്രവേശനമൊക്കെ തന്നെ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ, കോൺഗ്രസിൻ്റെ ഒരു കുതിച്ചുചാട്ടത്തിനൊക്കെ തന്നെ ഒരു തുടക്കമാകുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം.